സംസ്ഥാനത്ത് ഊബർ ടാക്സി പെർമിറ്റുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു കാര്യം പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പറ്റി കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തന്നെ നമ്മളിപ്പോൾ ചേരുന്നുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് ഇതിന് പെർമിറ്റ് ഉണ്ടോ ഊബർ അടക്കമുള്ള ഓൺലൈൻ ടാക്സി സംവിധാനങ്ങൾക്ക്? ഓൺലൈൻ ടാക്സി സംവിധാനത്തിന് നിയമപരമായി ഓടുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഓടുന്നത് നിയമവിരുദ്ധമായിട്ടാണ്. അതെങ്ങനെയാണ് അങ്ങനെ? അതായത് ഇത് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സംസ്ഥാന സർക്കാർ ഒരു പോളിസി രൂപീകരിക്കണം. അപ്പോൾ പോളിസി രൂപീകരിച്ച് കഴിഞ്ഞു. ഞാൻ വന്നതിന് ശേഷമാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഇത്ര ദിവസങ്ങളിൽ പോളിസി രൂപീകരിക്കണമെന്ന് പറഞ്ഞു. അത് രൂപീകരിച്ചു. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ഓൺലൈൻ ഈ ബസ് പോലും അങ്ങനെ ഓൺലൈനിൽ ഓടിക്കാൻ പാടില്ല. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യണം. ഇത്ര മിനിമം ഇത്ര വണ്ടി വേണമെന്നൊരു കണക്കൊക്കെ ഉണ്ട് ഈ പോളിസിയിൽ. ആ പോളിസി തീരുമാനിക്കുന്ന അധികാരം സംസ്ഥാന സർക്കാരിനായിരുന്നു. സംസ്ഥാന സർക്കാർ പോളിസി തീരുമാനിച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് കേരളത്തിൽ ഓടുന്ന ഊബർ എന്ന കമ്പനിയോ ഓല എന്ന കമ്പനി ഇതുവരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ബാക്കി ഏതൊക്കെ കമ്പനികൾ രജിസ്റ്റർ ചെയ്ത കമ്പനികളുണ്ട്? ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഒരു കമ്പനിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ റാപ്പിഡോ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അപേക്ഷ തന്നിട്ടുണ്ട്. ഇത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് പരിശോധിക്കേണ്ടത്. ട്രാൻസ്പോർട്ട് കമ്മീഷൻ അധ്യക്ഷമായിട്ടുള്ള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മീറ്റിംഗ് അടുത്ത ദിവസം ഉണ്ടായിരുന്നു. അതുവരെ അപേക്ഷ കിട്ടിയിട്ടില്ല. ഇത് ഒരു കമ്പനിയുടെ കിട്ടിയിട്ടുള്ളൂ. കമ്പനിയുടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പോളിസി അനുസരിച്ച് ഇവർ ഈ ആപ്ലിക്കേഷനിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഒരു തടസ്സവുമില്ല, കൊടുക്കും. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഉപയോഗിച്ച് വരുന്ന ഒരു ആപ്ലിക്കേഷൻ സംവിധാനമാണ് യൂബറും ഓലയും. പക്ഷേ ഇത് കേരളത്തിൽ ഇപ്പം നിയമവിരുദ്ധമാണ്. കാരണം ഇല്ലീഗലാണ്. ഓലയും ഈ ഊബറും കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അവർ ഈ ആപ്പ് കൊടുക്കുന്നുണ്ട്. ആപ്പ് എടുത്ത് വെച്ച് ആരൊക്കെയോ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, ആരൊക്കെയോ വണ്ടി ഓടിക്കുന്നുണ്ട്. അത് ഊബർ ചെയ്യുന്നതും തെറ്റാണ്. ഇനി ഞങ്ങൾ തടയും. നിയമവിരുദ്ധമായിട്ട്, അതായത് ഞങ്ങൾക്ക് സർക്കാരിന് തരേണ്ട ഒരു നികുതിയുണ്ട്. ആ നികുതി ഇത്ര രൂപയാണെന്ന് കേന്ദ്ര ഗവൺമെൻറ്റാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നികുതി എമൗണ്ട് ഇപ്പോൾ ഈ ഫീസ് അത് അവരടയ്ക്കേണ്ട ഫീസ് എമൗണ്ട് കഴിഞ്ഞ മാസം വീണ്ടും പുതുക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അതിനൊരു നടപടി എടുക്കുള്ളൂ. കാരണം വെച്ചാൽ ഇനി അപേക്ഷ കൊടുക്കാതെ അവർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റീനെ അനുവാദം വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കാം. അനുവാദം വാങ്ങിക്കാതെ പ്രവർത്തിച്ചാൽ പിടിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പ്രൈവറ്റ് ഉദാഹരണം പറയുന്നത്. സെക്കൻഡ് ഹാൻഡ് കാറുകൾ വിൽക്കുന്ന ഷോറൂമുകളുണ്ട്. ഇവർക്കൊരു രജിസ്ട്രേഷൻ വേണമെന്ന് കേന്ദ്ര നിയമത്തിൽ പറയുന്നുണ്ട്. അത് കേരളത്തിൽ ഏർപ്പെടുത്തി ആ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രം വണ്ടി വിൽക്കാം, അല്ലാത്തവരെ പിടിക്കും. അതിപ്പോൾ പിടിച്ചു തുടങ്ങി. അത് ഒരുവിധ ആളുകളെല്ലാം അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഒരു നിശ്ചിത എമൗണ്ട് അടച്ച് സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണം, ഓതറൈസേഷൻ വാങ്ങണം. പലയിടങ്ങളിലും ഇപ്പോൾ ഈ ഊബർ ടാക്സി ജീവനക്കാരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യത്തിലുണ്ട്. കോവളത്ത് കഴിഞ്ഞ ദിവസം കണ്ടു, മൂന്നാറിൽ കണ്ടു. അപ്പോൾ അങ്ങനെ നിലവിൽ നിരവധി ഇടങ്ങളിൽ ഈ മറ്റു തൊഴിലാളികൾ ഊബർ അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനത്തിൽ ഓട്ടോ ഓടുന്ന തൊഴിലാളികളെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലൂടെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അല്ല, അങ്ങനെ മർദ്ദിക്കാനൊന്നും പാടില്ല. അത് ചട്ടം വിതരമാണ്. അത് പാടില്ല. അത് അനുവദിക്കാൻ ഗവൺമെൻറ്റിന് കഴിയുന്ന ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. ഇത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ യഥാർത്ഥ നിയമമാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോഴെന്താണ് സിറ്റുവേഷൻ എന്നുള്ളൊരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ അറിവ് ഞാൻ പങ്കുവച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഊബറും ഓലയെല്ലാം അപേക്ഷ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഗവൺമെൻറ് പോളിസി തീരുമാനിക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു, കോടതി പറഞ്ഞു. ഞങ്ങളത് റെഡിയാണ്. ഞങ്ങൾ പോളിസി തീരുമാനിച്ചു, ഫീസെല്ലാം തീരുമാനിച്ചു. ഇനി അവർ അപേക്ഷ കൊടുക്കണം. അവർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ അപേക്ഷ കൊടുത്ത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇത് പാസ്സാക്കുമെന്ന് വെച്ചാൽ അവർ പരിശോധിക്കും. ഈ പറയുന്ന പോളിസിയിൽ പറയുന്ന നിയമത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട്. ആ നിയമവിരുദ്ധം തന്നെയാണ്. ഇപ്പോൾ പ്രസൻ്റ്ലി എന്നോട് ചോദിച്ചാൽ നിയമവിരുദ്ധമാണ്. ഒരു ടീം അപേക്ഷ തന്നിട്ടുണ്ട്. ഇത് ഇവർ ഊബർ മാത്രമല്ല, എനിബഡി ആർക്ക് വേണമെങ്കിലും ഇതുപോലൊരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് ആപ്പുമായി വന്നിട്ട് അത്രയധികം വണ്ടികൾ അവർ പ്രൊവൈഡ്. സവാരി ആപ്പും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പുറത്തിറക്കിയെങ്കിലും അതും രജിസ്റ്റർ ചെയ്യണം. അതും ഈ നിയമത്തിൻ്റെ പുറത്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സവാരി ആപ്പൊന്നും അങ്ങനെ പോപ്പുലർ ആയിട്ടില്ല, പക്ഷേ അതും രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഈ നിയമത്തിൽ ഇതെല്ലാവർക്കും ബാധകമാണ്. അത് ഈ ആർക്കാണെങ്കിലും എനിബഡി വേറെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് പുതിയൊരു സാധനം തുടങ്ങുന്നു, അവർക്കും ഇത് ആപ്ലിക്കബിളാണ്. അവരും രജിസ്റ്റർ ചെയ്യണം. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് അപേക്ഷ കൊടുത്താൽ ഈ നമ്മുടെ മാനദണ്ഡത്തിൽ പറയുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അനുവാദം കൊടുക്കും. അതിനൊരു ഫീസുണ്ട്, ആ ഫീസ് അടയ്ക്കണം. ഈ ബസ്സൊക്കെ ഓൺലൈൻ റിസർവേഷൻ അതും തെറ്റാണ്. ഈ പോളിസി പ്രകാരം ഈ ബസ്സുകളിൽ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് ഓടിക്കുന്നില്ലേ, അത് തടയും. അതും തെറ്റാണ്, അത് തടയും. ഇപ്പം ഞാൻ ഇന്നലെ തന്നെ എറണാകുളത്ത് ടാക്സ് പിടിക്കാൻ കാര്യം എനിക്ക് തന്നെ കിട്ടിയ ഇൻഫർമേഷനാണ്. ടാക്സ് അടയ്ക്കാതെ അന്യ സംസ്ഥാനത്ത് നിന്ന് ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത് വണ്ടികൾ വരികയാണ്. പിന്നെ അടുത്ത ഞാൻ പറഞ്ഞുതരാം, അടുത്ത പിടിക്കാൻ പോകുന്നത് എന്താണെന്ന് പറയാം. ഈ നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്ത ബസ്സുകൾ, ലോറികൾ യാതൊരു ബോഡി കോഡും ബാധകമല്ലാതെ കേരളത്തിൽ ഓടുകയാണ്. അപ്പോൾ പോണ്ടിച്ചേരി വണ്ടി പിടിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതേ വാദം മറ്റേതിൻ്റെ വാദമല്ലേ? ഈ കേരളത്തിൽ ഓടുന്ന മിക്കവാറും വണ്ടികൾ നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്തിട്ട് കൊണ്ടുവരികയാണ്. നാഗാലാൻഡിൽ വണ്ടി പോവുകയോ ഉടമസ്ഥൻ പോവുകയോ നാഗാലാൻഡിൽ അഡ്രസ്സോ ഒന്നുമില്ല. അപ്പോൾ കള്ളത്തരമാണത്. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ ബാധകമാണ്. ഇനി നാഗാലാൻഡ് വണ്ടി പിടിക്കാൻ പോവുകയാണ്. നാഗാലാൻഡ് വണ്ടി ലോറിയാണെങ്കിലും അതിനകത്ത് നിയമത്തിൽ പറഞ്ഞേക്കുന്ന വ്യവസ്ഥ, നാഗാലാൻഡ് വണ്ടിക്ക് വരാം. എങ്ങനെ? നാഗാലാൻഡിൽ നിന്ന് ആളെയും കൊണ്ട് ഇവിടെ വരാം.
ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ വണ്ടി അവിടുന്ന് ഇവിടെ വരാം, ഇവിടുത്തെ ടാക്സ് അടയ്ക്കണം, അവിടെ നിന്ന് ഇവിടെ വരാം, അവരെയും കൊണ്ട് തിരിച്ചു പോക്കണം. അല്ലാതെ ഈ പറയുന്ന കണക്ക് ചിലർ വഴിയിൽ ബോർഡ് വെച്ചിട്ടൊക്കെ ഓടുന്നില്ല, അതിപ്പോൾ കോടതി തടഞ്ഞു. ഈ പത്തനംതിട്ട ഒരു വണ്ടി ഇങ്ങനെ ഈ ബോർഡ് വെച്ച് ടിക്കറ്റ് വെച്ച് ഓടുന്ന അത് ഹൈക്കോടതി നിരോധിച്ചു. അതെല്ലാം പിടിക്കും. കാരണം തമിഴ്നാട്ടിൽ കയറുമ്പോൾ നമ്മുടെ വണ്ടികൾക്ക് മുഴുവൻ അവർ ടാക്സ് അടിക്കണം. 90,000 രൂപയ്ക്കാണ് അടിക്കുന്നത് ഒരു വണ്ടി. നാഷണൽ പെർമിറ്റുള്ള ബസ്സുകൾ, ഓൾ ഇന്ത്യ പെർമിറ്റുള്ള ബസ്സുകൾ തമിഴ്നാട്ടിൽ കയറുമ്പോൾ 90,000 രൂപ അടിക്കുന്നു. അവർ പ്രത്യേക രസീത് അടിച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങളും രസീത് അടിച്ചിട്ടുണ്ട്, ഞങ്ങളും രസീത് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളും അങ്ങോട്ട് പോകുമ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത KL രജിസ്ട്രേഷൻ വണ്ടി കണ്ടാൽ ഉടനെ തമിഴ്നാട്ടിൽ അടിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അടിക്കരുതെന്ന് പറയുന്നത് ന്യായമല്ലല്ലോ, അതും അടിക്കും. അതാണ് ഇന്നലെ അടിച്ചു തുടങ്ങിയത്. നമ്മളും നികുതി വർദ്ധിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ എല്ലാ സ്റ്റേറ്റിലും ഓൾ ഇന്ത്യ പെർമിറ്റ് ഉണ്ടെങ്കിലും ടാക്സ് അടയ്ക്കാം, ടാക്സ് പിടിക്കാം എന്ന് ഉത്തരവുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ KSRTCക്ക് സമാന്തരമായിട്ട് ബാംഗ്ലൂർ, കേരള ഓട്ടോ ഉണ്ടല്ലോ, അത് പറ്റില്ല. KSRTCക്ക് സമാന്തരമായിട്ടുള്ള സ്റ്റേറ്റ് കാരേജിനോടാം, സ്റ്റേജ് കാരേജിന് പെർമിറ്റ് എടുത്ത് അവർക്ക് ടിക്കറ്റ് വെച്ച് ഓടാം. അല്ലാതെ കോൺട്രാക്റ്റ് കാരേജിൻ്റെ ലൈസൻസും എടുത്തിട്ട് പെർമിറ്റ് എടുക്കാതെ ഈ വണ്ടി KSRTC പാരലായിട്ട് ഓൺലൈനായിട്ടും അല്ലാതെയും ടിക്കറ്റ് വിതരണം ചെയ്തോ ബോർഡ് വെച്ചോ വണ്ടി ഓടിയാൽ ഇനി പണിയാം. പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ, പറയുക നേരത്തെ. പിന്നെ അല്ലാതെ പറയാതെ ചെയ്തെന്ന് പറയരുത്, പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. അത് നിയമവിരുദ്ധമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് KSRTCക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഈ നേരത്തെ തന്നെ ഞാൻ മന്ത്രിയായിട്ട് വരുന്നതിന് ശ്രീ ആന്റണി രാജു മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് ചില ആളുകൾ. ആ ഏറ്റുമുട്ടലിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ എന്താണോ അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടർന്നിരുന്നത് അത് തുടരും. എന്തായാലും ഓൺലൈൻ ടാക്സി സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സി ആപ്പുകളിൽ ആകെ ഒരെണ്ണം മാത്രമാണ് നിലവിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ഒരുപാട് ആപ്പുകളുണ്ട്. അങ്ങനെ അപേക്ഷ നൽകിയിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവരെ എന്തായാലും കണ്ടെത്തുമെന്നുള്ള കാര്യത്തിൽ ഗതാഗത മന്ത്രി ഒരു ഉറപ്പ് നൽകിയിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.